ഒരു ജീവിയും ഇല്ലാത്തൊരു ലോകമാണ് ജീവൻ നിലനിൽക്കുന്ന ഒരു ലോകത്തെക്കാളും ബെറ്റർ എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങളത് അംഗീകരിക്കുകയില്ലയോ? നമ്മളിപ്പോൾ ജീവിച്ചിരിക്കുന്ന ഭൂമിയിൽ ഏതാണ്ട് 20 ക്വിൻ്റലിയണോളം സെൻറ്റിയൻറ്റ് ബീങ്സ്, അതായത് വേദന വികാരമെല്ലാം അറിയാൻ പറ്റുന്ന ജീവികൾ ജീവിച്ചിരിപ്പുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, അതിൽ നമ്മൾ വെറും 0.04% മാത്രമാണ് മനുഷ്യർ. 8 ബില്യൺ മാത്രമാണ് നമ്മളെ നമ്പർ. ആ മനുഷ്യരിൽ തന്നെ നമ്മൾ കുറച്ച് പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. എനിക്ക് തോന്നുന്നത് ഈ വീഡിയോ കാണുന്നതിൽ 3/4 പേരും കുറച്ച് പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. കാരണം ഈ ലോകത്ത് രോഗങ്ങൾ കാരണം, പട്ടിണി കാരണം, യുദ്ധങ്ങൾ കാരണം, പ്രകൃതി ദുരന്തങ്ങൾ കാരണമൊക്കെ കഷ്ടം അനുഭവിക്കുന്ന ഒരു വലിയ വിഭാഗം ജനങ്ങൾ തന്നെയുണ്ട്. ഓക്കെ, ഇപ്പം ഞാനൊരു കുട്ടിയെ നാളെ ജനിപ്പിക്കുകയാണെങ്കിൽ ആ കുട്ടി ചിലപ്പം ജനിക്കുന്നത് തന്നെ ക്യാൻസറോടുകൂടിയോ ജനറ്റിക് ഡിസോർഡേഴ്സോടുകൂടി ആവാനുള്ള സാധ്യതകളുണ്ട്. അല്ലെങ്കിൽ ജനിച്ചതിന് ശേഷം എന്തെങ്കിലും അബ്യൂസ് ആ കുട്ടിക്ക് സംഭവിക്കാനോ അല്ല ആക്സിഡൻറ്റ് സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്, അല്ലേ? അപ്പോൾ ഞാൻ ആ കുട്ടിയെ ജനിപ്പിക്കാതിരിക്കുകയാണെങ്കിൽ എത്ര ബെറ്ററാണ്. കാരണം ആ കുട്ടി സഫറിങ് ഒന്നും കാണേണ്ടിയോ അനുഭവിക്കേണ്ടിയോ വരില്ല. ഇനി നിങ്ങൾ വിചാരിക്കേണ്ട കുറേ സുഖസന്തോഷങ്ങളല്ലേ ഈ ലോകത്ത്, മോശം കാര്യങ്ങൾ മാത്രമല്ലല്ലോ. ജനിച്ചിട്ടില്ലെങ്കിൽ ആ സുഖസന്തോഷമൊന്നും വേണമെന്ന് ആർക്കും ആഗ്രഹമില്ല. ജനിച്ച് കഴിഞ്ഞാൽ മാത്രമേ ഇതിൻ്റെയൊക്കെ പുറകെ ഓടേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ മനുഷ്യരുടെ കാര്യം ഇങ്ങനെയാണെങ്കിൽ, ഇത്രയും റിസ്ക്കിയാണ് ഈ ലോകം മനുഷ്യർക്കെങ്കിൽ മറ്റ് ജീവികളുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കുക. കാട്ടിൽ ജീവിക്കുന്ന ജീവികൾ, അവർക്ക് എന്തെങ്കിലും സാങ്കേതിക വിദ്യകളുണ്ടോ അവരുടെ സഫറിങ് ഇല്ലാണ്ടൊക്കെ? അവർക്ക് ഹോസ്പിറ്റലുകളുണ്ടോ രോഗം വന്നാൽ ഓടിപ്പോവാൻ? അവർക്ക് എന്തെങ്കിലും നിയമ സംവിധാനങ്ങളുണ്ടോ അവരെ രക്ഷിക്കാൻ? ഇല്ല. അപ്പോൾ അവരുടെ കണ്ടീഷൻ എന്തായിരിക്കും ഞാൻ പറയേണ്ട ആവശ്യമില്ല, അല്ലേ? അവർ തമ്മിൽ കടിച്ച് കീറി ക്രൂരമായി കൊന്ന് തിന്നാൽ മാത്രമേ അവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റൂ. അങ്ങനെ ഒരു സിസ്റ്റമാണ് ഈ പ്രകൃതി എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇനി അടുത്ത ഏറ്റവും വലിയ വിഭാഗം സെൻറ്റിയൻ ബീങ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഫാംഡ് ആനിമൽസ് ആണ്. അവരെ ലിറ്ററലി മനുഷ്യർ റേപ്പ് ചെയ്ത് അവരെ കുട്ടികളെ ബ്രീഡ് ചെയ്യിച്ചിട്ടാണ് ഉപയോഗങ്ങൾക്ക് വേണ്ടിയിട്ട് അടിമകളാക്കി വെക്കുന്നത്. ഒരു കോഴിയുടെ ജീവിതം നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഒരു ജീവിതകാലം മൊത്തം ഒരു കൂട്ടിനകത്ത് കുത്തി നിറയ്ക്കപ്പെട്ട് തിങ്ങി നിരങ്ങി ജീവിക്കേണ്ടി വരുമെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു കഷ്ടം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഈ അടിമ ജീവിതം മൊത്തം സഹിച്ചതിന് ശേഷം അവസാനം അവരെ അറക്കപ്പെടുക ചെയ്യുക, അല്ലേ? അപ്പോൾ ഇതാണ് ഈ ലോകത്തുള്ള 99% ജീവികളുടെയും കണ്ടീഷൻ. ഓക്കെ, ഈ ജീവനൊന്നും ഈ ലോകത്ത് ഇല്ലെങ്കിൽ അത് എത്രയോ ബെറ്ററാണ്. നമ്മൾ യുക്തിയുള്ള മനുഷ്യർ എന്നുള്ള രീതിയിൽ നമ്മൾ അതാണ് മനസ്സിലാക്കേണ്ടത്. സഹാനുഭൂതിയുള്ള മനുഷ്യർ എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യാൻ പറ്റുന്ന ഏക കാര്യം, ഈ ലോകത്തുള്ള സഫറിങ്സ് എല്ലാം ഇല്ലാണ്ടാക്കാൻ പറ്റുന്ന ഏക കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സമാധാനപരമായിട്ടുള്ള രീതിയിൽ, മാനുഷികമായ രീതിയിൽ ഒരു വംശനാശം സൃഷ്ടിക്കുക. എല്ലാ ജീവികളുടെയും ജനനം നമ്മൾ തടയുക. മനുഷ്യരുടെ ജനനം തടയാൻ നമുക്ക് എളുപ്പമാണല്ലേ? നമ്മൾ ഇനി കുട്ടികളെ ഉണ്ടാക്കുന്നില്ല എന്ന് വിചാരിച്ചാൽ മാത്രം മതി. പക്ഷേ മറ്റ് ജീവികൾക്ക് അങ്ങനെ ചിന്തിക്കാനുള്ള ശേഷിയില്ല. അവരെ നമ്മൾ എക്സ്റ്റിങ്ക്റ്റ് ആക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആ ജീവികളെ ഒന്നെങ്കിൽ വന്ധ്യംകരിക്കുക, അല്ലെങ്കിൽ അവരെ ദയാവധം ചെയ്യേണ്ടി വരും. വേറെ വഴിയില്ല നമുക്ക്. ഇതാണ് എക്സ്റ്റിങ്ഷനിസം മുന്നോട്ട് വെക്കുന്ന ആശയം. ഓക്കെ, നമ്മുടെ മൂവ്മെൻറ്റിൽ പ്രാക്ടിക്കലായിട്ട് നമ്മൾ മുന്നോട്ട് വെക്കുന്ന കുറച്ച് ഡിമാൻഡ്സ് ഉണ്ട്. അതിൽ ആദ്യത്തെ ഡിമാൻഡാണ് ഞാനീ പറഞ്ഞ വളർത്തു മൃഗങ്ങളുടെ ബ്രീഡിങ് പൂർണ്ണമായിട്ടും ബാൻ ചെയ്യുക. ഈ കോഴീനെയും പോത്തിനെയും പശുവിനെയും അതേപോലെ മറ്റു വളർത്തു മൃഗങ്ങളായ നായയും പൂച്ചയൊക്കെ ബ്രീഡ് ചെയ്യുന്ന നമ്മൾ അവസാനിപ്പിക്കുക. അവരെ ജനിപ്പിക്കുന്ന നമ്മൾ അവസാനിപ്പിക്കുക. അവരൊക്കെ വന്ധ്യംകരിക്കുക. അവരൊക്കെ പെയിൻലെസ് ആയിട്ടുള്ള യൂത്തനേഷ്യ കൊടുക്കുക. അവരുടെ ഈ ഒരു ജനറേഷനോടുകൂടി അവരെ ഇനി ജനിപ്പിക്കാതിരിക്കുക. അത് നമുക്ക് ഏറ്റവും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഈ ജീവികളെ മനുഷ്യർ തന്നെയാണ് അബ്യൂസ് ചെയ്യുന്നത്. ഇത് ഉടനടി നമ്മൾ ബാൻ ചെയ്യിച്ച് നമ്മൾ ഈ ജീവികളെ രക്ഷപ്പെടുത്തണം, ഈ എക്സിസ്റ്റൻസ്. ഓക്കെ, രണ്ടാമത് നമ്മൾ ചെയ്യേണ്ട കാര്യം ഒരു ഹ്യൂമൻ ആനിമൽ എക്സ്റ്റിങ്ഷൻ പ്രോജക്റ്റ് ഗ്ലോബൽ ലെവലിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. മറ്റ് വന്യമൃഗങ്ങളെയും തെരുവ് മൃഗങ്ങളെയൊക്കെ നമ്മൾ യൂത്തനൈസ് അല്ലെങ്കിൽ സ്റ്റെറിലൈസ് ചെയ്യണം. അതിന് തക്കതായ സാങ്കേതിക വിദ്യകൾ നമ്മൾ ഡെവലപ്പ് ചെയ്യണം. ഓക്കെ, പിന്നെ എക്സ്റ്റിങ്ഷനിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂമിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു ആശയമല്ല. വേദന വികാരം അറിയാൻ പറ്റുന്ന ജീവികൾ അതെവിടെ ഉണ്ടെങ്കിലും, ഈ യൂണിവേഴ്സിൽ തന്നെ എവിടെ ഉണ്ടെങ്കിലും അവരെയൊക്കെ ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു മോറൽ ഒബ്ലിഗേഷൻ നമുക്കുണ്ട്, ഒരു റെസ്പോൺസിബിലിറ്റി നമുക്കുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ സാങ്കേതിക വിദ്യകൾ ഡെവലപ്പ് ചെയ്ത് മനുഷ്യ സമൂഹം വികസിച്ച് പറ്റുമെങ്കിൽ, സാധ്യമാണെങ്കിൽ നമ്മൾ യൂണിവേഴ്സിൽ മൊത്തമായിട്ട് ജീവൻ്റെ ഉറവിടം കണ്ടെത്തി അത് ഇല്ലാതാക്കാൻ പറ്റുമെന്ന് നമ്മൾ ട്രൈ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇതാണ് ചുരുക്കത്തിൽ എക്സ്റ്റിങ്ഷനിസം എന്ന് പറഞ്ഞ ആശയം.